ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അത് Hold up. Wait a minute. Who are you? വർഷങ്ങൾക്ക് ശേഷം ഗൈസ് ഞാൻ വന്നിരിക്കുകയാണ് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട്. ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ വന്നിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഗൈസ്. ഒന്ന് എൻ്റെ അച്ഛനും ഒന്ന് വിദ്യ ആന്റിയും. യെസ്, വെൽക്കം ഗൈസ്. അപ്പൊ ശരി, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. വെരി നൈസ് കമന്റ്സ്, താങ്ക് യു. ഇത് എന്റെ അച്ഛനും ഇത് എന്റെ വിദ്യാന്റി മതി. യു വെൽക്കം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഹൂ നോസ് മീ ബെറ്റർ, എന്റെ അച്ഛനാണോ എന്റെ വിദ്യാന്റിക്കാണോ അറിയാൻ. കൂടെ ഗാലറി ആയിട്ടും ഗാലറി ടീം എന്റെ കൊച്ചൻ. ഇതിൽ എന്താണ് ചേട്ടന് തോന്നുന്നത്? ഇതിൽ ആര് ജയിക്കുന്നതാണ്? സംശയിക്കണ്ട, ഞാൻ തന്നെ. ചേട്ടൻ പക്ഷെ മത്സരിക്കുന്നില്ല ഇതിൽ. ഇവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കല്ലേ ഗൈസ്. ഇവിടെ ഗാലറിയിൽ കൊച്ചനും ഇവിടെ പിന്നെ വഷളായ ചേട്ടനും ചിക്കു ചേച്ചിയും അതിന്റെ ബാക്കിൽ കാണാത്ത നാദും. ഹലോ, അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഒരു ഹരിയ. നന്നായി. അപ്പൊ കാണാത്ത താങ്കളെ കണ്ടതുകൊണ്ട് വളരെ സന്തോഷം. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ വിചാരിക്കുന്നു അവർക്കറിയാവുന്നത്. വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ? ബ്ലൂ. അയ്യോ നെഹി. പിങ്ക്. അത് പണ്ടത്തെ ഫേവറേറ്റ് കളർ. ചേട്ടനാണ് പറഞ്ഞ കറക്റ്റ്, ബ്ലാക്ക്. അതെ, സത്യം. കൊച്ചിന്റെ അങ്ങനെ കളറൊന്നും ഇല്ല. ബ്ലാക്ക് ഇല്ലേ? എനിക്ക് അങ്ങനെ കളറില്ല, എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ്. ഫേവറേറ്റ് കളർ എന്താന്ന് വെച്ചാൽ എനിക്കിപ്പോ ഇഷ്ടം നീല താറായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ലംബോർഗിനി എടുക്കുമ്പോ നീല എടുക്കും. ഇഷ്ടപ്പെട്ട കളറ് മറ്റേ കടപ്പാണെന്ന് റോസാപ്പൂ, കളർത്ത റോസാപ്പൂ നമ്മള് തല വെച്ചോണ്ടിരിക്കണം. ഇട്ടാളെ അങ്ങനെ പറയാൻ പറ്റൂല, പല കാര്യത്തിലും പല. ഗെയിം മാസ്റ്റർ പ്ലീസ് സിറ്റ്. കടുത്ത് എന്താണ് നിങ്ങൾ പറയാനുള്ളത്? നിങ്ങൾക്ക് വേറെ മൈക്കുണ്ടോ? അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. മൈക്ക് അനുവിന്റെ കൂടെ, അനു രണ്ട് സൈഡിൽ ചോദിക്കും. ഇനി മറ്റേ കയറി ഉത്തരം പറയാൻ പറ്റും. വാട്ട് ഈസ് ദിസ് യാ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. അങ്ങോട്ട് വന്ന് ചിലന്തിയാ. ഇങ്ങോട്ട് ഇവിടെ 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 വാ. ഇവ പൊട്ടുണ്ടോ? ചെരുപ്പൂരി മെനു അല്ല, ഇങ്ങോട്ട് പോടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഗൈസ്, ഇതിൽ എന്ത് മനസ്സിലാക്കി അവർക്ക് രണ്ടുപേർക്ക് എന്നെ അറിഞ്ഞൂടെന്നോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് മൈ ഫേവറേറ്റ് സീരീസ്? ഞാൻ കാണുന്ന ഏറ്റവും ഇഷ്ടമുള്ള സീരീസ്. ഓ മൈ ഗോഡ്. അല്ല, പിന്നെന്തോ ഡെത്ത് നോട്ട്. ഓ കറക്റ്റ് തന്നെ. സീരീസ് എന്നാണ് പറയുന്നത്.
പിന്നെ അനുവിന്റെ ഫേവറേറ്റ് അതൊന്നുമല്ല. ചുമ്മാ ഡെത്തിനോട് ASMR മ്യൂസിക് കേട്ടാൽ ഡെത്തിനോട്ട് കാണാത്ത ഒരുത്തിയാണ് അവള്. അല്ല അത് ശരി ശരി ആ അതെ അതെ അതെ. എനിക്ക് ഇഷ്ടപ്പെട്ട ആനിമൽ ഏതെന്ന് വെച്ചാൽ അച്ഛൻ എന്ന് പറയാൻ ഇനി എന്ത് അച്ഛൻ ഒരു ആനിമൽ അല്ലേ. അവളൊക്കെ കാക്കര ഊക്കർ കമ്പി പുത്തിരി എന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സംതിങ് ഐ ഡു വെൻ ഐ എം അനോയ്ഡ്? ഒരു മൂലപ്പ കണ്ടോണ്ട് പ്രാന്തിക്കും ഒറ്റക്കിരിക്കും. ഇവിടെ അച്ഛൻ പറഞ്ഞ സത്യം ഉറങ്ങും. ടാബ് നോക്കിക്കൊണ്ട് അപ്പൊ ഇത്രയും ഉത്തരങ്ങൾ പറഞ്ഞ വിദ്യ ആരായി? മേശരടി കയറിയിരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. കുറവങ്കോണം വീട്ടിൽ വെച്ച് ഞാൻ അനുവിനെ പഠിക്കാത്തൊരു വഴക്കുറവിൽ അനു മേശരടി പോയിരുന്ന് കരഞ്ഞത്. എനിക്കറിയാം കറുത്ത മേശയുടെ ഫിഷ് ടാങ്ക് ഇരിക്കണം ഇപ്പൊ ആ മേശയിൽ. സത്യമാണ് ആ മേശയുടെ ബാക്കിൽ പേന ഇരുന്ന് കരഞ്ഞോളൂ. സത്യം പറഞ്ഞ അപ്പം പക്ഷെ മേശടി പോയി കഴിയണ അനുവല്ല മനു. അപ്പൊ ഒരു കാര്യം രണ്ടു ഉത്തരവും ഏകദേശം കറക്റ്റ് ആണ്. അപ്പൊ പിന്നെ നമുക്ക് രണ്ടും അര മാർക്ക് കൊടുക്കാം. ചിക്കു ചേച്ചി ഒരു മിനിറ്റ് അതല്ലേ ഒരു മിനിറ്റ് അടിച്ചു പൊട്ടിക്കും. ഞാനാണെങ്കിൽ നിങ്ങളിത് കാണുക. അയ്യോ. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വൺ തിങ് ഐ എം സ്കെയർഡ് ഓഫ്? എന്താണ് എനിക്ക് പേടിയുള്ള കാര്യം? ഇരുട്ട്. ഓ കറക്റ്റ് തന്നെ. ഇരുട്ടാണ് ഇഷ്ടമല്ലാത്തത്. എനിക്ക് ഇരുട്ടിഷ്ടമല്ല ഗൈസ്. അപ്പൊ ആരാണ് ഇതിൽ സ്കോർ ചെയ്യുന്നത് ഇപ്പൊ? മൈ ഗോഡ്. എനിക്കൊന്ന് വിദ്യാനിക്ക് എനിക്ക് ഇത് കുറച്ചും കൂടെ കിട്ടാൻ പോണം, അല്ലെങ്കിൽ കൊച്ചന് കിട്ടു. എന്റെ ഷൂ സൈസ് എത്രയാണ്? ഉത്തരം ശരി. അത് സൗവ്യത്തിലെ വീതിയായുള്ളൂ കാലിന്, അതിന് നീളം കറക്റ്റാണ്. കാലൊക്കെ എടുത്തോളൂ. അപ്പം അച്ഛൻ പറഞ്ഞാണ് ഗൈസ് കറക്റ്റ്. അച്ഛന് സ്കോർ പോയിന്റ് കൊടുക്കാം. പിന്നെ അടുത്ത ചോദ്യം. വാട്ട് ഇൻസ്റ്റന്റ്ലി പുട്സ് മീ ഇൻ എ ഗുഡ് മൂഡ്? വാട്ട് ഇൻസ്റ്റന്റ്ലി പുട്സ് മീ ഇൻ എ ഗുഡ് മൂഡ്? ഗുഡ് മൂഡ് എന്താണ്? അത് മലയാളത്തിൽ ചാക്ക വീട്ടിൽ പോകുന്നത്. ചാക്ക വീട്ടിൽ പോകുന്നത് അല്ലേ? ചാക്ക വീട്ടിൽ പോകുന്നതാണ് ശരി ഗൈസ്. പകുതി ഓ മൈ ഗോഡ്, വിദ്യാന്റെ ലീഡിംഗ് ആണ് ഗൈസ്. അതെ അതെ അത് തന്നെ. അടുത്തത്. എന്താണ് ആളുകൾ എന്നെ എപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം? എന്നെ പറ്റി തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം? ചിരിക്കുന്നില്ല, ഭയങ്കര ദേഷ്യത്തിലാണ്, റൂഡായിട്ട് നടക്കുന്ന കുട്ടിയാണ്. ഇതൊക്കെയാണ് അതിനെ പറ്റി വിചാരിച്ചത്. ആക്ച്വലി അനു അങ്ങനെ അല്ല, അനു ഒരു പാവം കുട്ടിയാണ്. ആക്ച്വലി അങ്ങനെയാണ്, അത് ശരിയാണ്. ആക്ച്വലി അനു അങ്ങനെ അല്ല, അങ്ങനെയല്ല. അങ്ങനെ ഫേസ് അങ്ങനെ ആണെങ്കിലും അനു ചിരിക്കുകയാണ് ഉള്ളില്. എനിക്ക് ആരാണ് ആദ്യം പറഞ്ഞത്? എനിക്കത് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പറഞ്ഞത്. പക്ഷെ ഇവര് ബോയ്സ് ടീമിലുള്ള. അപ്പൊ രണ്ടുപേർക്ക് ആരാ അങ്ങോട്ട്? ആരാ
യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് എന്നെ ഇൻസ്റ്റന്റ്ലി ദേഷ്യപ്പെടുത്തുന്ന ഒരു സാധനം? ഞാൻ ഉത്തരം ശരിയാണ്. അതെ ഓ ഞാൻ ദേഷ്യപ്പെടുത്തും തന്നെ ചേട്ടൻ തന്നെ ഗൈസ്. യെസ്. ബേബിക്കുട്ടി കരയുന്നു ചേബി. ഇത് ചേട്ടനും അച്ഛനും ഒക്കെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പാനിക് ആവുമ്പോ ഏറ്റവും ആദ്യമേ വിളിക്കുന്ന ആരാണ്? കൊച്ചനെ. ഓ അതെനിക്കറിയാം. കൊച്ചച്ഛനാണ് വിളിക്കുന്നത്. ഓ ഇപ്പൊ ലീഡിങ് ആരാണ് അപ്പം? ഗാലറി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഒരു ആനിമൽ ആയിരുന്നെങ്കിൽ എന്റെ പേഴ്സണാലിറ്റി മാച്ച് ചെയ്യുന്ന എന്ത് ആനിമൽ ആയിരിക്കും ഞാൻ? അതൊന്നും ഇവിടെ കൂടുതൽ നടക്കുന്നത്. റാബിറ്റ് എന്ന് ഗൈസ്. ഞാൻ വെച്ച ഞാൻ ഒരു പൂച്ചയാണെന്നാണ്. പൂച്ച ആനു കൊള്ളാം. ഓക്കെ. മോശം മോശം മോശം. ദേശപ്പൂച്ച ആർക്കും പോയിട്ടില്ല അപ്പം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേർ വാസ് മൈ ഫസ്റ്റ് ഭരതനാട്യം സ്റ്റേജ് പ്രോഗ്രാം? വാവ് കറക്റ്റ് ഉത്തരവാണത്. അവിടെ കൊച്ചന് ഓർമ്മയുണ്ട്. ഓക്കെ. അടുത്തത് എന്നായിരുന്നു എന്റെ പ്യൂബർട്ടി സെറമോണി? കഴിഞ്ഞ മേടം 7-ാം തീയതി. 2022. ഇത് വർഷമാണോ പറയേണ്ടത്? ഡേറ്റ് അറിയാമോ? മാസം അറിയാമോ? മാസം മാസം ആർക്കറിയാം? പറ. ഇടവപ്പാതി. അതേത് മാസം? ഏപ്രിൽ. ഏപ്രിൽ 2022. ഓക്കെ. ഇതൊന്നും ഒരു ചോദ്യമായിട്ട് പോലും കൂട്ടാൻ പറ്റൂല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വൺ തിങ് ഐ ഓൾവേസ് സേ ബട്ട് ഐ നെവർ ഡു? അപ്ലോഡിംഗ് യൂട്യൂബ് വീഡിയോസ്. ഓക്കെ അമ്മ. ഓക്കെ. അടുത്തത് വരാൻ പോകുന്നത് ഗ്രാൻഡ് ഫിനാലെ ആയിട്ടുള്ള ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. ലാസ്റ്റ് ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. when was my അച്ഛൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ. when was my ഭരതനാട്യം അരങ്ങേറ്റം? ഞാൻ പറഞ്ഞില്ല, ഞാൻ നല്ല പഠിപ്പിച്ചത്. അത് അവർക്ക് കൊച്ചനെങ്ങനെ പറയണം? അനുവിന്റെ ഫസ്റ്റ് ഭരതനാട്യം അരങ്ങേറ്റം എന്നൊന്ന് പറ. ഇയർ പറഞ്ഞാൽ 2023 ഫെബ്രുവരിക്ക് മുന്നേ ആണല്ലേ? അല്ല 24. ഓ കറക്റ്റ്. പക്ഷെ അച്ഛൻ പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ കൂടെ ബോണസ്. ഓക്കെ ബോണസ്. ഓക്കെ ഓക്കെ. അപ്പൊ ലാസ്റ്റ് ഇത് ബോണസ് ക്വസ്റ്റ്യൻ. കുളിച്ചില്ല. ഓക്കെ. അപ്പൊ ഇതാണ് ബോണസ് ക്വസ്റ്റ്യൻ. ഇത് അച്ഛനെ ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അച്ഛൻ ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇത് അച്ഛനും മിക്കവാറും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ. എത്ര നേരം എടുക്കും എനിക്ക് റെഡി ആവാൻ? അത് പറയാൻ പറ്റില്ല. മണ്ണവറൊന്നും അല്ല.
1 hour എടുക്കും മറ്റേ കോണ്ടാക്ട് ലെൻസ് വെക്കുക. പിന്നെ അവളെ ബ്ലൗസും അവിടെ കിടന്ന് കീറിയ പാൻറ് ഇട്ടുകൊണ്ട് 3/4 മണിക്കൂർ നടക്കും. അത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ അവള് ഇല്ല അതിൽ നിന്നൊരു 15 മിനിറ്റ് ചുറ്റിലുള്ളവരെ കുറ്റം പറയാം. വിദ്യാലി അത് എടുത്തു തന്നില്ല, അച്ഛൻ ഇങ്ങോട്ട് വന്നില്ല. ചുറ്റിലുള്ള ആരൊക്കെ അവളെ സഹായിച്ചു അവരെ എല്ലാം അവളെ കുറ്റം പറയും. ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ തോമസ് ആണ് പാവാണ്. ഇനി ഇതെല്ലാം നടക്കുന്ന സമയത്ത് ഞാൻ ഒരു ബോക്സർ ഇട്ട് നടക്കണം. കാര്യം എന്താ, ഈ നാറികൾ ഇറങ്ങിയാൽ എനിക്ക് റൂമിൽ കയറി എപ്പോഴും ഞാൻ കാണാറുണ്ട്. വേണ്ട, ഞാൻ അങ്ങനല്ല, ഞാൻ എല്ലാവർക്കും എതിരെ കൊടുക്കുന്ന ആളാ. പക്ഷെ അപ്പൊ വിദ്യാന്റിക്ക് പോയിന്റ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ ആരാണ് വിജയലാളിത? വിജയലാളിത വിജയലാള് ഹലോ, വളരെ സാഹസികമായി ഹൂ നോസ് അനു ബെറ്ററിൽ വിദ്യാന്റി ജയിച്ചിരിക്കുന്നു വിത്ത് 8 പോയിന്റ്സ്. ഇതിൽ എവിടെയാണ് സാഹസികം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഡിസ്ക്ലെയിമർ ഗായ്സ്, നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ട് പേടിക്കരുത്. കൊച്ചേബിക്ക് കുഴപ്പമൊന്നുമില്ല. കൊച്ചേബി ജസ്റ്റ് വീഴാൻ പോയതാണ് നിങ്ങൾ ഈ കരച്ചിൽ കാണുന്നത്. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം ആരും ഈ ക്ലിപ്പ് കണ്ട് ഇതേമായി പേടിക്കരുത്. കൊച്ചേബി ഓക്കെ ആണ്. ഓക്കെ, അച്ഛൻ ജയിക്കാത്ത കൊച്ചേബി പറയോ? കൊച്ചേബി വല്യമ്മ ജയിച്ചു. കൊച്ചേബി വല്യമ്മക്ക് പ്രൈസ് കിട്ടി. വേണ്ട, കൊച്ചേബിക്ക് എന്തെങ്കിലും പറയണ്ട. വല്യമ്മ ജയിച്ചെന്ന് പറ. വല്യമ്മ ജയിച്ചെന്ന് പറ. അച്ഛൻ തോറ്റെന്നെങ്കിലും കൊച്ചേബി ഇതാണ്ട് ഹായ് പറഞ്ഞു. കൊച്ചു വീണ് ആക്സിഡന്റ് വെച്ചു. എന്തുകൊണ്ട് അനുവിന് ഉമ്മ കൊടുത്തില്ല? ഫിലിം അവാർഡ്സിലെ എന്താ പറയാ, അങ്ങനെ ഇവിടെ വിജയ ഇങ്ങനെ വെൽക്കം. സ്വരം ഞാൻ ഇങ്ങനെ നോക്കിയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ അതെ, ഒരു വർഷത്തിൽ കാണിച്ച നിങ്ങളുടെ മനസ്സ്, നിങ്ങളൊരു അമ്മയാണ്. ആ മനസ്സ്. ഓക്കെ, അപ്പൊ വിജയലാളിതലായി അനു സ്വന്തമായിട്ട് ഈ വീഡിയോയിൽ അതിനോട് ഞാൻ പറയാം, വിജയ് ശ്രീ ലാളിതയായി. അതെ, വിജയശ്രീ ലാളിതയായി ജയിച്ചിരിക്കുന്നു വിദ്യാന്റി. മക്കളുടെ സ്നേഹം നിങ്ങൾ കാണണം. പാട്ട് നിങ്ങൾ ഇത് 2036 ആവുമ്പോ കാണും. കാരണം ആരും അപ്പോഴേ വീഡിയോ ഇടുള്ളൂ. ഇല്ല ഗൈസ്, ഞാൻ ഇവിടുന്ന് അങ്ങനെ ഇപ്പൊ സംഭവിച്ചില്ലല്ലോ. ഞാനിപ്പോ വീഡിയോ ഇട്ടല്ലോ, നിങ്ങളിത് കാണുകയല്ലേ. ഞാൻ ഇട്ട് വീഡിയോ. സ്പെഷ്യൽ നോട്ട്. ഓ, തിരിച്ചു വെച്ചു. വിദ്യാന്റി ഇത് അടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഫ്ലാറ്റ് അപ്പോൾ അങ്ങനെ ഈ കെയോട്ടിക് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതേപോലത്തെ സാറാങ്ങേ ഇതുപോലത്തെ വ്ലോഗ് ചിത്തയുടെ കാറ്റ് പക്ഷെ കാണുന്നതെല്ലാം ചിത്തയുടെ
ആര് കണ്ടില്ലെങ്കിലും വീണ 77 Oh yes, my true fan. Yes. കുഞ്ഞാവെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാണ് കുഞ്ഞാവയ്ക്ക് തിരിച്ചത് ഓർമ്മ. യു ബ്രദർ ലുക്സ് വെരി ഗണപതിയോട് നമുക്ക് ഇഷ്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഗൈസ് ഈ ബ്ലോഗ് വൈനപ്പ് ഈ എന്റെ ബ്ലോഗിലും കൂടെ ഉള്ളായിരുന്നു പൊളോ ഡാൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും തൃപ്തിയായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. അപ്പൊ ഇതേപോലെ വേറെ പല പല വ്ളോഗുകളുമായി ഞാൻ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണം. പ്രതീക്ഷ കൊണ്ട് ഞാൻ വരും. പ്രതീക്ഷ കൊണ്ട്